എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ DPharm, അതുപോലെ തന്നെ DMLT എന്നിങ്ങനെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പരാതികളും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകളും വിദ്യാർത്ഥികൾ പരിഹരിക്കാനായിട്ട് LBSൻ്റെ ഇമെയിൽ ID-യിലേക്ക് ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ഇമെയിൽ അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇമെയിൽ അയച്ച, അതായത് ഇമെയിൽ വഴി ഈ ഒരു പരാതികൾ അയച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വെബ്സൈറ്റിൽ റാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വീണ്ടും വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ എന്താണ് എന്നുള്ളത് പരിശോധിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം, അതായത് നവംബർ 20-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് LBS സെൻറ്ററിനെ അറിയിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് തെറ്റ് എന്നുള്ളതും എന്താണ് തെറ്റ് എന്നുള്ളതും മെൻഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ഇമെയിൽ ID-യിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നൽകിയ ശേഷം നിങ്ങൾക്ക് lbstvpm@gmail.com എന്നുള്ള ഈ ഒരു ഇമെയിൽ ID-യിലേക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്കാവും വിദ്യാർത്ഥികളുടെ പരാതികൾ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു റാങ്കിൻ്റെ കാര്യം, റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കപ്പെടുന്നത് എന്നുള്ളത്. ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ DPharmൻ്റേതാണ് നോക്കുന്നത്. ഇപ്പോൾ DPharmൻ്റേത് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ വിദ്യാർത്ഥികളുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ്, അതുപോലെ തന്നെ ബയോളജി എന്നിവയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ച പെർസെൻറ്റേജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ചില വിദ്യാർത്ഥികളുടെ ആ ഒരു പെർസെൻറ്റേജ് 100% തന്നെ കാണാം. എന്നാൽ ചില വിദ്യാർത്ഥികളുടേത് ഈ ഒരു രീതിയിൽ അതിൽ ചേഞ്ച് വന്നത് കാണാൻ സാധിക്കും. അതായത് ചില വിദ്യാർത്ഥികളുടെ 89, 75 എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല ആ ഒരു പെർസെൻറ്റേജും കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോ വിദ്യാർത്ഥികളുടെയും ഓരോ സബ്ജക്റ്റിൻ്റെയും പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച സംശയമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഈ ഒരു ബയോളജി എന്നിവ വരുന്നത് ഈ ഒരു 120-ലാണ് വരിക. അപ്പോൾ 120-ൽ ഈ ഒരു 40 മാർക്ക് CE മാർക്ക്, അത് CE മാർക്കല്ല, 40 മാർക്ക് ഈ ഒരു ലാബിൻ്റേത്, അതുപോലെ തന്നെ 60 മാർക്ക് എക്സാമിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ 20 മാർക്ക് CE മാർക്ക്. അതായത് ഈ ഒരു 60 മാർക്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടുന്ന മാർക്കും അതുപോലെ തന്നെ 20 മാർക്ക് CEയും അതുപോലെ തന്നെ 40 മാർക്ക് ലാബിൻ്റെ മാർക്കും, ടോട്ടൽ 120-ലാണ് വരിക. അപ്പോൾ അങ്ങനെ 120-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ അതിനെ 1.2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് വിദ്യാർത്ഥിക്ക് ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ 120-ൽ 120 കിട്ടിയതെന്ന് കരുതുക. 120-ൽ 120 കിട്ടിയതെങ്കിൽ അതിനെ 1.2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അങ്ങനെ ഹരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക 100 എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 100 കിട്ടുന്നത്, 100 മാർക്ക് മാത്രമേ ആകെ കിട്ടിയിട്ടുള്ളൂ എങ്കിലും 100-നെ 1.2 കൊണ്ട് നിങ്ങൾ ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു കിട്ടുന്ന ഉത്തരമായിരിക്കും നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ ഫസ്റ്റ് ഇയർ പ്ലസ് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഇതേ രീതിയിൽ തന്നെയാണ് ആ ഒരു കാൽക്കുലേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു കാര്യങ്ങൾ നോക്കേണ്ടതില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്ക്, അതായത് ഈ ഒരു DPharmൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു എത്ര മാർക്കാണ് കിട്ടിയുള്ളത് അതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഈ ഒരു മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തത് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു, അതായത് ഫിസിക്സിന് എത്രയാണ് കിട്ടിയത്, 120-ൽ എത്രയാണ് കിട്ടിയത്, അതായത് ആ ഒരു 120-ൽ എത്രയാണ് കിട്ടിയത് അതിനെ നിങ്ങൾ ആദ്യം 120-ൽ കിട്ടിയതിനെ കൂട്ടുക. അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് 120-ൽ എത്രയാണ് കിട്ടിയത്, അതുപോലെ തന്നെ ബയോളജിക്ക് 120-ൽ എത്രയാണ് കിട്ടിയത് എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബയോളജിക്കാണോ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് മാത്തമാറ്റിക്സിനാണോ ഏതിനാണോ കൂടുതൽ അതനുസരിച്ച് വേണം നിങ്ങൾ മാർക്ക് എടുക്കാനായിട്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബയോളജി എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിരിക്കണമെന്നില്ല. ചിലപ്പോൾ മാത്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരിക്കും, കാരണം ബയോളജി സയൻസ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്സിൻ്റേത് കൂട്ടുക. നിങ്ങൾ ബയോളജി കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജിക്കാണോ അല്ലെങ്കിൽ മാത്സിനാണോ കൂടുതൽ മാർക്ക് ആ ഒരു മാർക്ക് എഴുതുക. അതിനുശേഷം നിങ്ങൾ ടോട്ടൽ കൂട്ടുക. കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു കിട്ടിയിട്ടുള്ള മാർക്കിനെ
1.2 കൊണ്ട് നിങ്ങൾ ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മാർക്ക് പെർസെൻറ്റേജ് അല്ല, ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഡി ഫാമിന് കിട്ടിയ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് DHIയുടെ ഇത് നോക്കാം. DHI എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളുമുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളുടെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് വിദ്യാർത്ഥികളുടെ ഫിസിക്സിൻ്റെയും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാത്രമാണ് ഈ ഒരു മാർക്ക് എടുക്കുക. അതായത് ഫിസിക്സിന് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, കെമിസ്ട്രിക്ക് എത്ര മാർക്കാണ് 120-ൽ കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ബയോളജിക്ക് എത്രയാണ് 120-ൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ടോട്ടൽ കിട്ടിയതിനെ 1.2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടോട്ടൽ കിട്ടിയതിനെ 1.2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ആ ഒരു മാർക്കിൻ്റെ, അതായത് ഇൻഡെക്സ് മാർക്ക്. അതായത് ഈ ഒരു DHI കോഴ്സിൻ്റെയും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ആ ഒരു ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് DPharmൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ബയോളജിക്കാണോ മാത്സിനാണോ കൂടുതൽ ആ ഒരു മാർക്ക് കൂടി കൺസിഡർ ചെയ്ത് ടോട്ടലായിട്ട് കൂട്ടിയിട്ട് 360-ൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതിനെ 1.2 കൊണ്ട് ഹരിക്കും. ഈ ഒരു DHIയുടെയും പാരാമെഡിക്കൽ ഡിപ്ലോമയുടെയും ആ ഒരു റാങ്കല്ല ഇൻഡെക്സ് മാർക്ക് നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 3 സബ്ജക്റ്റുകൾക്ക് ടോട്ടലായിട്ട് ഈ ഒരു +2-ൽ 300, അതായത് ഈ ഒരു ഓരോ വിഷയം 120-ലാണ് വരിക +2-ൽ. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ കൂട്ടുമ്പോൾ 360 കിട്ടുക. ആ 360-ൽ എത്രയാണോ കിട്ടിയത് അതിനെ 1.2 കൊണ്ട് ഹരിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു DHI ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഓരോ സബ്ജക്റ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 120-ൽ +2-ൻ്റെ മാർക്ക് വരുന്ന സബ്ജക്റ്റിനെ 1.2 കൊണ്ട് ഹരിക്കുക. ഇംഗ്ലീഷ് 100-ലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അതിനെ ഹരിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് എന്നിവ 120-ലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടോട്ടൽ കിട്ടുന്നതിനെ 1.2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് എത്ര കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാം. ഓരോ സബ്ജക്റ്റിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.2 കൊണ്ട് ഈ ഒരു 120-ൽ എത്ര മാർക്കാണോ കിട്ടിയത് അതിനെ 1.2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര പെർസെൻറ്റേജ് മാർക്കാണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.